ശ്രീശുക ഉവാച. ഒന്നാമത് ഗദ്യഭാഗം. അധ സിന്തു സൗവീരപതേഃ രഘുഗണസ്യ വ്രജതഃ ഇച്ഛുമത്യാഃ തടേ തത്കുലപതിനാ ശിബികാവാഹ പുരുഷ അന്വേഷണ സമയേ ദൈവേന ഉപസാദിതഃ സഹ ദ്വിജവരഃ ഉപലബ്ധഃ ഏഷഃ പീവായുവാ സംഹനന അംഗഃ ഗോഗരവത് ദുരം വോഡും അലം ഇതി പൂർവ വിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീതഃ പ്രസവം അദദർഹഃ ഉവാഹ ശിബികാം സഹ മഹാനുഭാവഃ. അദ സിന്തു സൗവീരപതേഃ അദ സിന്തു സൗവീരപതേ രഘുഗണസ്യ വ്രജത ഇച്ഛുമത്യാസ്തടേ തത്കുലപതിനാ ശിബികാവാഹ പുരുഷാന്വേഷണ സമയേ ദൈവേനോപസാദിത സദിജവര ഉപലബ്ധ ഏഷ പീവായുവാ സംഹനനാംഗോ ഗോഗരവദ്ദുരം വോഡും അലം ഇതി പൂർവവിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീത പ്രസവം അദദർഹ ഉവാഹ ശിബികാം സ മഹാനുഭാവാം. രണ്ടാമത് ഗദ്യഭാഗം. യഥാ ഹി ദ്വിജവരസ്യ ഇഷുമാത്ര അവലോക അനുഗതേഃ ന സമാഹിത പുരുഷഗതിഃ തദാ വിഷമഗതാം സ്വശിബികാം രഘുഗണ ഉപദാര്യ പുരുഷാൻ അതിവഹത ആഹ ഹേ വോഡാരഃ സാധു അതിക്രമത കിം ഇതി വിഷമം ഉഹ്യത്തെ യാനം ഇതി. യഥാ ഹി ദ്വിജവരസ്യേഷു മാത്രാവലോകാനുഗതേഃ ന സമാഹിതാ പുരുഷഗതിസ്തദാ വിഷമഗതാം സ്വശിബികാം രഘുഗണ ഉപദാര്യ പുരുഷാൻ അതിവഹത ആഹ ഹേ വോഡാരഃ സാധ്വതിക്രമത കിമിതി വിഷമമുഹ്യത്തെ യാനം ഇതി. മൂന്നാമത് ഗദ്യഭാഗം. അഥാ തേ ഈശ്വരവചഃ സ ഉപാലംബം ഉപാകർണ്യ ഉപായ തുരീയാത് ശങ്കിതമനസഃ തം വിജ്ഞാപയാം ബഭൂവുഃ. അദത ഈശ്വരവച സ ഉപാലംബമുപാകർണ്യോപായ തുരീയാ ശങ്കിതമനസസ്തം വിജ്ഞാപയാം ബഭൂവുഃ. നാലാമത് ഗദ്യഭാഗം. ന വയം നരദേവ പ്രമത്ത ഭവൻ നിയമാഃ അനുപദാഃ സാധു ഏവ വഹാമഃ. അയം അധുനാ ഏവ നിയുക്തഃ അഭി ന ദ്രുതം വ്രജതി ന അനേന സഹ വോഡും ഉഹ വയം പാരയാമ ഇതി. ന വയം നരദേവ പ്രമത്ത
भवन्नियमानुपता साध्वेव वहाम अयं मधुनैव नियुक्तोऽपि न द्रुतं व्रजति न अनेन सह वोढुं मुह वयं पारयाम इति. अञ्जावद् गद्यभागम्. सांसर्गिकः दोष एव नूनम् एकस्य अपि सर्वेषां सांसर्गिकाणां भवितुम् अर्हति इति निश्चित्य निशम्य कृपणवचः राजा रघुगणः उपासितवृद्धः अपि निसर्गेण बलात्कृतः ईषद् उत्थितमन्युः अविस्पष्टब्रह्मतेजसं जातवेदसम् इव रजसा आवृतमतिः आह. सांसर्गिको दोष एव नूनमेकस्यापि सर्वेषां सांसर्गिकाणां भवितुमर्हतीति निश्चित्य निशम्य कृपणवचो राजा रघुगणः उपासितवृद्धोऽपि निसर्गेण बलात्कृत ईषदुत्थितमन्युरविस्पष्टब्रह्मतेजसं जातवेदसमिव रजसावृतमधीराः. आरावद् गद्यभागम्. अहो कष्टं भ्रातः अव्यक्तम् उरुपरिश्रान्तः दीर्घम् अध्वानम् एक एव ऊहिवान् सुचिरं न अधिपीवा न संहनन अङ्कः जरसा च उबद्रुतः भवान् सखे नो एव अपर एते संकट्टिन इति बहुविप्रलब्धः अपि अविद्यया विहित द्रव्य गुण कर्माशय स्वचरमकलेबरे अवस्तुनि संस्थान विशेषे अहं मम इति अनध्यारोपित मिथ्याप्रत्ययः ब्रह्मभूतः तूष्णीं शिबिकां पूर्ववत् उवाह. अहो कष्टं भ्रातर्व्यक्तमुरुपरिश्रान्तो दीर्घमध्वानमेक एव ऊहिवान् सुचिरं न अधिपीवा न संहननाङ्गो जरसा च उबद्रुतो भवान् सखे नो एव अपर एते संकट्टिन इति बहुविप्रलब्धोऽप्यविद्यया विहितद्रव्यगुणकर्माशय स्वचरमकलेबरे अवस्तुनि संस्थानविशेषे अहं मम इति अनध्यारोपितमिथ्याप्रत्ययो ब्रह्मभूतस्तूष्णीं शिबिकां पूर्ववदुवाह. ഏഴാവത് ഗദ്യഭാഗം. അത പുനഃ സ്വശിബികായാം വിഷമഗദായാം പ്രകുപിത ഉവാച രഘുഗണഃ കിം ഇദം അരേ ത്വം ജീവന്മൃതഃ മാം കദർത്തീകൃത്യ ഭർതൃശാസനം അതിചരസി പ്രമത്തസ്യ ച തേ കരോമി ചികിത്സാം ദണ്ഡപാണിഃ ഇവ ജനതായാ യഥാ പ്രകൃതിം സ്വാം ഭജിഷ്യസ്വ ഇതി.
अद पुनः स्वशिबिकायां विषमगदायां प्रकुपित उवाच रघुगण किमिदमरे त्वं जीवन्मृदो मां कदर्थीकृत्य भर्तृशासनमधिचरसि प्रमत्तस्य च ते करोमि चिकित्सा दण्डपाणिरिव जनताया यथा प्रकृतिं स्वां भजिष्यस इति। एटावद् गद्यभागम्। एवं बहु अबद्धम् अभिभाषमाणं नरदेव अभिमानिनं रजसा तमसा अनुविद्धेन मदेन तिरस्कृत अशेष भगवत्प्रियनिकेतं पण्डितमानिनं स भगवान् ब्राह्मणो ब्रह्मभूतः सर्वभूत सुहृदात्मा योगेश्वरचर्यायां न अधिव्युत्पन्नमतिं स्मयमान इव विगतस्मय इदम् आह। एवं बह्वबद्धमभिभाषमाणं नरदेवाभिमानिनं रजसा तमसानुविद्धेन मदेन तिरस्कृताशेष भगवत्प्रियनिकेतं पण्डितमानिनं स भगवान् ब्राह्मणो ब्रह्मभूतः सर्वभूतसुहृदात्मा योगेश्वरचर्यायां न अधिउत्पन्नमतिं स्मयमान इव विगतस्मय इदमाह। രഘുഗണരാജ പലവിധமான இன்சல்டேஷன் பண்ணினார். இப்போ ஜடபரதன் ராஜா கிட்ட பேசுற மாதிரியாக்கும். இனி வரும் ஸ்லோகங்கள் 9 13 വരയ്ക്കുமான ശ്ലോകങ്ങൾ ശ്ലോകങ്ങളായിട്ടാക്കും ഇത് ചൊല്ലപ്പെടുന്നത്. 1 8 വരയ്ക്കും നമ്മൾ ഗദ്യഭാഗമാക്കും പാത്തോ. 9 13 വരയ്ക്കും ശ്ലോകങ്ങൾ. 9ാவது ശ്ലോകം. ത്വയാ ഉദിതം വ്യക്തം അവിപ്രലബ്ധം ഭർത്തുഃ സഹ മേ സ്യാദ് യദി വീര ഭാരഃ ഗന്ധുഃ യദി സ്യാദ് അധിഗമ്യം അദ്വാ പീവ ഇതി രാശൗ ന വിദാം പ്രവാദഃ ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർത്തുഃ സമേ സ്യാദ്യദി വീരഭാരാ ഗന്ധുർയദി സ്യാദധിഗമ്യമധ്വാ പീവേതി രാശൗ ന വിദാം പ്രവാദഃ. 10ാவது ശ്ലോകം. സ്ഥൗല്യം കാർഷ്യം വ്യാദയ ആദയഃ ച ക്ഷുത് ത്രിട് ഭയം കലിഹി ഇച്ഛാ ജരാ ച നിദ്രാ രതിഃ മന്യുഃ അഹം മദഃ ശുചഃ ദേഹേന ജാതസ്യ ഹി മേ ന സന്തി. സ്ഥൗല്യം കാർഷ്യം വ്യാദയ ആദയശ്ച ക്ഷുത്രിഭയം കലിരിച്ഛാ ജരാ ച നിദ്രാരതിർമന്യുരഹം മദഃശുചോ ദേഹേന ജാതസ്യ ഹി മേ ന സന്തി. 11ാவது ശ്ലോകം. ജീവന്മൃതത്വം നിയമേന രാജൻ ന ആദി അന്തവത് യത് വികൃതസ്യ ദൃഷ്ടം സ്വ
स्वाम्यभावः ध्रुव ईड्या यत्र तर्हि उच्यते असौ विधिकृत्य योगः। जीवन्मृगत्वं नियमेन राजन् नाद्यन्तवद्यद्विकृतस्य दृष्टम् स्वस्वाम्यभावो ध्रुव ईड्य यत्र तर्हिच्युतेऽसौ विधिकृत्य योगा। 12ാவது ശ്ലോകം. വിശേഷബുദ്ധേഃ വിവരം മനാശ്ച പശ്യാമ യത് ന വ്യവഹാരതഃ അന്യത് കഃ ഈശ്വരഃ തത്ര കിം ഈശിതവ്യം തദാ അഭി രാജൻ കരവാമ കിം തേ. വിശേഷബുദ്ധേർവിവരം മനാശ്ച പശ്യാമ യന്ന വ്യവഹാരതോന്യത് ക ഈശ്വരസ്തത്ര കിമീശിതവ്യം തദാഭിരാജൻ കരവാമ കിം തേ. 13ാவது ശ്ലോകം. ഉന്മത്ത മത്ത ജഡവത് സ്വസംസ്ഥാം ഗതസ്യ മേ വീര ചികിത്സിതേന അർത്ഥഃ കിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധ പ്രമത്തസ്യ ച പിഷ്ടപേശഃ. ഉന്മത്ത മത്ത ജഡവത് സ്വസംസ്ഥാം ഗതസ്യ മേ വീര ചികിത്സിതേന അർത്ഥകിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധ പ്രമത്തസ്യ ച പിഷ്ടപേശഃ. 14ാவது கத்தியபாகம். ஸ்ரீசுக பிரம்மர்ஷியாக்கும் பரீட்சித்துக்கு அதுக்கப்புறம் அங்க என்ன நடந்தது அப்படிங்கிறத சொல்றார். அதனால 14, 15 கத்திய பாகங்கள் ஸ்ரீசுக பிரம்மர்ஷி பரீட்சித்துக்கு சொல்லறதாக்கும். ஸ்ரீசுக பிரம்மர்ஷி சொல்லறதுனால ஸ்ரீசுக உவாச்ச 14ாவது கத்திய பாகம். ஏதாவது அனுவாத பரிபாஷயா பிரத்யுதீர்ய முனிவர உபசமசீலஹ உபரத அநாத்ம்ய நிமித்தஹ உபபோகேன கர்ம ஆரப்தம் व्यपनयन् ராஜயானம் அபி ததா உவாஹ. ஏதாவது அனுவாத பரிபாஷயா பிரத்யுதீர்ய முனிவர உபசமசீலஹ உபரதானாத்ம்ய நிமித்தஹ உபபோகேன கர்மாரப்தம் व्यपनयन् ராஜயானம் அபி ததோவாஹ. 15ാவது ഗദ്യഭാഗം. സജാവി പാണ്ഡവേയ സിന്ധു സൗവീരപതിഃ തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാ അധികൃത അധികാരഃ തത് ഹൃദയഗ്രന്ഥിമോചനം ദ്വിജവചഃ ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാ അവരുഹ്യ ശിരസാ പാദമൂലം ഉപസൃതഃ ക്ഷമാഭയൻ വിഗത നൃപദേവ സ്മയ ഉവാച. സജാവി സഹ ച അഭി സജാവി പാണ്ഡവേയ സിന്ധു സൗവീരപതിസ്തത്വജിജ്ഞാസായാം സമ്യക്
ശ്രദ്ധയാധികൃതാധികാരഃ തത് ഹൃദയഗ്രന്ഥിമോചനം ദ്വിജവച ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാവരുഹ്യ ശിരസാ പാദമൂലമുപസൃത ക്ഷമാഭയൻ വിഗത നൃപദേവസ്മയ ഉവാച. 16ാമത് ശ്ലോകം. ரகுகணராஜா ஜடபரதன் கிட்ட காலில் விழுந்து மன்னிப்பு கேட்கிறார். அதுக்கப்புறமா தனக்கு தோணுற சந்தேகங்களை தீர்த்து வைக்கிறதுக்கு ஆயிட்டு ரிக்வெஸ்ட் பண்றார். ரகுகண ராஜாவோட வார்த்தைகளை இங்க ஸ்லோகங்களாயிட்டாக்கும் சொல்லப்பட்டிருக்கு. அதனால ஸ்லோகம். கஹ த்வம் நிகூடஹ சரசி த்விஜானாம் பிபர்ஷி சூத்ரம் கதமஹ அவதூதஹ கஸ்ய அசி குத்ரத்ய இஹ அபி கஸ்மாத் க்ஷேமாய நஹ சேதசி ந உத சுக்லஹ. கஸ்த்வம் நிகூடச்சரசி த்விஜானாம் பிபர்ஷி சூத்ரம் கதமோவதூத கஸ்யாசி குத்ரத்ய இஹாவி கஸ்மாத் க்ஷேமாய நச்சேதசி நோத சுக்லா. 17ാമത് ശ്ലോകം. ന അഹം വിശങ്കേ സുരരാജവജ്രാത് ന ത്രക്ഷശൂലാത് ന യമസ്യ ദണ്ഡാത് ന അഗ്നിഃ അർക്ക സോമ അനില വിത്തവ അസ്ത്രാത് ശങ്കേ വൃഷം ബ്രഹ്മകുല അവമാനാത്. നാഹം വിശങ്കേ സുരരാജവജ്രാത് ന ത്രക്ഷശൂലാത് ന യമസ്യ ദണ്ഡാത് നാഗ്ന്യർക്ക സോമാനില വിത്തവാസ്ത്രാത് ശങ്കേ വൃഷം ബ്രഹ്മകുലാവമാനാത്. 18ാമത് ശ്ലോകം. തത് ബ്രൂഹി അസംഗഃ ജഡവത് നിഗൂഢവിജ്ഞാനവീര്യഃ വിചരസി അപാരം വിചരസി അപാരഃ വജാംസി യോഗഗ്രദിതാനി സാധോ ന നഹ ക്ഷമന്തേ മനസാ അഭി വേത്തും. തദ്ബ്രൂഹ്യസംഗോ ജഡവത് നിഗൂഢ വിജ്ഞാനവീര്യോ വിചരസ്യ പാര വജാംസി യോഗഗ്രദിതാനി സാധോ നനക്ഷമന്തേ മനസാഭിവേത്തും. 19ാമത് ശ്ലോകം. അഹം ച യോഗേശ്വരം ആത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ
प्रष्टुं प्रवृत्तः किम् इह अरणं तद् साक्षात् हरिं ज्ञानकला अवतीर्णम्। अहं च योगेश्वरमात्मतत्त्वविदां मुनीना परमं गुरुं वै प्रष्टुं प्रवृत्त किमिहारणं तद् साक्षात् हरिं ज्ञानकलावतीर्णम्। 20வது ஸ்லோகம். स वै भगवान् लोकनिरीक्षणार्थम् अव्यक्तलिङ्गः विचरति अभिस्विद् योगेश्वराणां गतिम् अन्धबुद्धिः कथं विचक्षीद गृहानुबन्धः। स वै भवान् लोकनिरीक्षणार्थमव्यक्तलिङ्गो विचरत्यभिस्विद् योगेश्वराणां गतिमन्दबुद्धे कथं विचक्षीद गृहानुबन्धः। 20வது ஸ்லோகம் இறக்கி தன்னோடு செயலுக்கு மன்னிப்பு கேட்டார் ரகுகண ராஜா. இனி வர ஸ்லோகங்களில் ஒரு சில டவுட் கேட்கிறார். അഞ്ച് ശ്ലോകങ്ങളാലെ ആക്കും രഘുഗണ രാജാവോട് മനസ്സ് ജഡഭരതൻ മാറ്റിമറിച്ചത്. அந்த 5 ஸ்லோகங்களில் சொல்லப்பட்ட விஷயங்களை சம்பந்திச்சு கொஞ்சம் கூடியும் டீட்டெயில எடுத்து கேட்கிறார். சாதாரணப்பட்ட மனுஷாலோடு லெவல்லேந்தாக்கும் ரகுகண ராஜா கேள்வி கேட்கிறார். ரகுகண ராஜா ஜிக்ஞாசு பக்தனாக்கும் அப்படிங்கிறத நம்ம பார்த்தோம். நன்னா ஆராய்ச்சி பண்ற குணத்தோடு கூடின பக்தி மார்க்கத்துக்கு போறவராக்கும் அவரு. அதனாலேயே நான் கிளியரா ஒவ்வொன்றும் தெரிஞ்சுக்கிறதுக்கு ஆசைப்பட்டு கேட்கிறார். 21வது ஸ்லோகம். திருஷ்டः ஸ்ரமः கர்மதः ஆத்மனः வை பர்த்துः கந்துः பவதः ச அனுமன்யே யதா அசதா உதம் ஆனயன ஆதி. உதம் ஆனயன ஆதி. உதானயனாதி. அபாவாத். समूल इष्टः व्यवहार मार्गः. दृष्ट श्रम कर्मद आत्मनो वै भर्तुर्गन्धोर्भवदश्चानुमन्ये यदा सदोधानयनाद्यभावाद् समूल इष्टो व्यवहार मार्ग. இருபத்திரண்டாவது ஸ்லோகம். ஸ்தாலிஹி அக்னி தாபாத் பயசஹ அபி
तापः तद् तावदः तण्डुलगर्भरन्तिः देह इन्द्रिय असु आशय सन्निकर्षात् तद् संसृतिः पुरुषस्य अनुरोधात् स्थाल्यग्नितापात् पयसोऽभितापत् तत्तावदस्तण्डुलगर्भरन्ते देहेन्द्रियाश्वाशय सन्निकर्षात् तत्संसृति पुरुषस्यानुरोधात्. 23ാമത് ശ്ലോകം. ശാസ്ത അഭിഗോപ്ത നൃപതിഃ പ്രജാനാം യഃ കിങ്കരഃ വൈ ന പിനഷ്ടി പിഷ്ടം സ്വധർമ്മം ആരാധനം അച്യുതസ്യ യത് ഇഹമാനഃ വിജഹാതി അഗ ഔഗം. ശാസ്താഭിഗോപ്താ നൃപതി പ്രജാനാം യകിങ്കരോ വൈ ന പിനഷ്ടി പിഷ്ടം സ്വധർമ്മമാരാധനമച്യുതസ്യ യദീഹമാനോ വിജഹാത്യഗൗഗം. 24ാമത് ശ്ലോകം. തത് മേ ഭവാൻ നരദേവ അഭിമാനമദേന തുച്ഛീകൃത സത്തമസ്യ കൃഷിഷ്ട മൈത്രീദൃശം ആർത്തബന്ധോ യഥാ തരേ സത് അവധ്യാനം അംഹഃ. തന്മേ ഭവാൻ നരദേവാഭിമാനമദേന തുച്ഛീകൃത സത്തമസ്യ കൃഷിഷ്ടമൈത്രീദൃശമാർത്തബന്ധോ യഥാ തരേ സദവധ്യാനമംഹഃ. 25ാമത് ശ്ലോകം. ന വിക്രിയ വിശ്വസുഹൃദ് സഖസ്യ സാമ്യേന വീത അഭിമതേഹേ തവ അഭി മഹത് വിമാനാത് സ്വകൃതാത് ഹി മാതൃ നങ്ക്ഷ്യതി അധുരാത് അഭി ശൂലപാണിഃ അധൂരാത് അഭി ശൂലപാണിഃ. ന വിക്രിയാ വിശ്വസുഹൃത് സഖസ്യ സാമ്യേന വീതാഭിമതേസ്തവാഭി മഹദ്വിമാനാത് സ്വകൃതാത് ഹി മാതൃം നങ്ക്ഷ്യത്യദൂരാദഭി ശൂലപാണി. ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 10ാவது അധ്യായം முடிவடைகிறது.